മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി. ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു. മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. സത്യമേവിടെ, സൗന്ദര്യമേവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ. സത്യമേവിടെ, സൗന്ദര്യമേവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ. ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളോരവതാരങ്ങളെവിടെ. മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു. മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. താങ്ക് യു സനീഷ്. നമ്മുടെ ഈ പ്രതിഷേധ കൂട്ടായ്മക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മനോഹരമായ ആ ഒരു മതസൗഹാർദ്ദ ഗാനമായി ലഭിച്ചതിന് തുറയൂരിന്റെ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി റിയാസ് ക്ലബിന്റെ പ്രതിനിധി അശ്വിനോട് അഭ്യർത്ഥിക്കുന്നു.
നാട്ടുകാരെ, സുഹൃത്തുക്കളെ, റിയാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശം ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അതിന്റെ ഒരു ആൾക്കൂട്ടമാണ് നമ്മളിപ്പോ കണ്ടുവച്ചത്. അതായത് കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ 12 മുതൽ 2 ആഴ്ച കാലമായി ഇന്ത്യയുടെ പല തെരുവോരങ്ങളിലും പല തരത്തിലുള്ള ആൾക്കാർ, അതായത് പ്രൊഫഷണലുകൾ ഉൾപ്പെടെ, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള എല്ലാവരും ഈ നിയമത്തിനെതിരായി പ്രതിഷേധത്തിലാണ്. നാളിതുവരെയായിട്ടും ഒരു ഭരണകൂടം എന്ന നിലയ്ക്ക് NDA ഗവൺമെന്റ് യാതൊരുവിധ നടപടിയും എടുക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യ എത്തിച്ചേർന്നത്? അതിന്റെ മാറ്റത്തിന്റെ കാരണമെന്ത്? ഇതിനെക്കുറിച്ചൊക്കെ അഗാധമായി ചിന്തിച്ചാൽ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന ഒരു തികഞ്ഞ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് നിലവിലുള്ള ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പാസ്സാക്കിയിട്ടുള്ളത്. പൗരത്വ ഭേദഗതി നിയമം നമുക്കറിയാം, 1950 ജനുവരി 26-ന് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് അതിലുള്ള ഓരോ നിയമങ്ങളും മാറ്റി എഴുതപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ 1950 ജനുവരി 26-ന് മുമ്പ് കുടിയേറി പാർത്തിട്ടുള്ള എല്ലാവർക്കും ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൊടുത്തിരുന്ന ഒരു ഇന്ത്യൻ പൗരത്വം, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് സ്വദേശികൾക്ക്, അവിടെ നിന്ന് കുടിയേറി പാർത്തിട്ടുള്ള ഹിന്ദു, സിഖ്, ജൈന, പാഴ്സി മത വിഭാഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ബില്ലിലൂടെ പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്നത് വെറും ഹിന്ദുക്കൾ മാത്രമല്ല, അവിടെയുള്ള അഹമ്മദീയ മുസ്ലിങ്ങൾ, നേപ്പാളിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്ന രോഹിംഗ്യൻ വംശജർ, നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ നിന്നും പീഡിപ്പിക്കപ്പെടുന്ന തമിഴ് വംശജർ, ഇവർക്കൊന്നും യാതൊരുവിധ പ്രാതിനിധ്യവും ഇല്ലാത്ത ഒരു നിയമമാണ് നിലനിൽക്കുന്നത്. ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാകെ ഇന്ന് ഒരു തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു തികഞ്ഞ ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു ഗവൺമെന്റ്, ജനങ്ങളോട് നിഷ്പക്ഷത പുലർത്തുന്ന ഒരു ഗവൺമെന്റ് ഒരിക്കലും ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നാളിതുവരെ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നോട്ട് നിരോധനം ഉൾപ്പെടെ ഈ ഭരണകൂടത്തെ വിമർശിക്കുന്നവരാകെ നിശിതമായി തകർക്കുന്ന ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അതിന്റെ 2ാം ഘട്ടം എന്ന നിലയിൽ വീണ്ടും അധികാരത്തിലെത്തിയ ഗവൺമെന്റ് ഒരു പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയിരിക്കുന്നത്. എന്താണ് പൗരത്വ ഭേദഗതി നിയമം? ഈ പൗരത്വ ഭേദഗതി നിയമവും പൗരത്വ രജിസ്റ്ററുമായിട്ട് ബന്ധമുണ്ടോ? അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ആസാമിൽ നിന്ന് 19 ലക്ഷം പേരാണ് പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. ഇതിൽ 15 ലക്ഷത്തോളം പേരും ഹിന്ദുക്കളാണ്. ഈ പൗരത്വ ഭേദഗതി നിയമപ്രകാരം അവർക്കൊക്കെ ഈ പൗരത്വത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാർഗം സൃഷ്ടിക്കുകയാണ് BJP ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടുന്ന് പുറത്താക്കുന്ന 4 ലക്ഷത്തോളം മുസ്ലിങ്ങൾ ഇനി പണ്ട് ഹിറ്റ്ലർ ഭരിച്ചിരുന്നപ്പോ ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ പ്രതിഷേധിക്കാനുള്ള ബാധ്യത നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. കാരണം ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദു രാഷ്ട്രമല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ നമുക്കറിയാം, ഇന്ത്യ ഒരു മതത്തിനും അതീതമായിട്ടുള്ള ഒരു രാഷ്ട്രമല്ല. ഇന്ത്യ മത വിധേയമായിട്ടുള്ള രാഷ്ട്രമല്ല, അതേപോലെ തന്നെ മതരഹിതവുമായിട്ടുള്ള രാഷ്ട്രമല്ല. എല്ലാ മതങ്ങൾക്കും മതവിശ്വാസികൾക്കും ഒരേപോലെ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഉതകുന്ന സാഹചര്യം നിലനിർത്താൻ ബാധ്യതപ്പെട്ടവരാണ് ഇന്ത്യയിലെ ഭരണകർത്താക്കൾ. പക്ഷേ നാളിതുവരെ
അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ് റിയാസ് ക്ലബിനെ പോലെ തുറയൂരിലെ ഒരു പുരോഗമന യുവജന പ്രസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തേണ്ടി വന്നത്. ഇവിടെയുള്ള സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഒരേപോലെ ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും എല്ലാ പാർട്ടിയിൽപ്പെട്ട അനുഭാവികളെയും ഞങ്ങൾ ഇവിടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ചില മതമൗലിക സംഘടനകളെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, റിയാസ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു മതേതരത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. അപ്പം ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിയതമായ ചട്ടക്കൂടിൽ ഇരുന്നു കൊണ്ട് മാത്രമേ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, ഈ അടുത്ത് നടന്ന ഹർത്താലുകൾ ഇതൊക്കെ BJPക്ക് എതിരായിരുന്നതുപോലെ തന്നെ BJP അവർക്ക് അതിൽ ആവശ്യമുള്ള ടൂളുകൾ മാത്രം ഉപയോഗിച്ച് ഇന്ത്യയെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രമാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. ഇന്ത്യ ഒരിക്കലും ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ മാത്രം രാഷ്ട്രമാക്കാതെ ഇന്ത്യ മതേതര രാഷ്ട്രമായി നിലനിർത്തുക എന്ന ഒരു സാഹചര്യമാണ് നമുക്ക് വേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രാരംഭ പ്രവർത്തനത്തിലാണ് റിയാസിന്റെ പ്രവർത്തകരായ ഞങ്ങൾ. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സവിനയം ക്ഷണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും റിയാസ് ക്ലബിന്റെ ഒരു ഭാരവാഹി, ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവരെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എനിക്കുള്ളത്. ആ കടമ ഞാൻ ഇവിടെ നിർവഹിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും ജനാധിപത്യ വിശ്വാസികളെയും റിയാസ് ക്ലബിന്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് EK നാരായണനാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹം വേപ്പയിൽ ഒരു പരിപാടി കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി നിരവധി സംഘടനകളുടെ ഭാരവാഹികളും പ്രവർത്തകരും ഒക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയാതെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കാൻ വേണ്ടി റിയാസ് ക്ലബിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട AK ബിജുവിനോട് അഭ്യർത്ഥിക്കുന്നു. പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിനായി ബിജുവിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് നരേന്ദ്രമോദിയുടെ വളരെ പ്രയാസം നിറഞ്ഞൊരു നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ്. ഈ കാലത്ത് വളരെ ജനാധിപത്യ രീതിയിൽ ജീവിച്ചു വരുന്ന നമുക്ക് വളരെ ഏറെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിയമമാണിത്. പൗരത്വ ഭേദഗതി നിയമം. ഈ നിയമത്തിനെതിരെ രാജ്യത്താകമാനം പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ പങ്കാളിയായിക്കൊണ്ട് റിയാസ് തുറയൂർ സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഷേധ സായാഹ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടകനായി എത്തിച്ചേരാനുള്ള EK നാരായണൻ അവർ ഇപ്പോൾ എത്തിച്ചേരുന്ന അറിയിച്ചിട്ടുണ്ട്. ഇതിനെ അഭിസംബോധന ചെയ്യാനായി ഈ പരിപാടി അഭിസംബോധന ചെയ്യാനായി കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഹമ്മദ് മാഷെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, തുറയൂർ റിയാസ് ക്ലബിന്റെ സെക്രട്ടറി ശ്രീ ബിജു, ബഹുമാന്യരായ തുറയൂരിലെ സഹോദരന്മാരെ, സഹോദരിമാരെ,
ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു സംരംഭമാണിന്ന് റിയാസ് ക്ലബ്ബ് ഏറ്റെടുത്ത് ഇവിടെ വിജയകരമായി നടത്തിയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും തെരുവിലേക്ക് ഇറക്കിക്കൊണ്ട് മോദി സർക്കാർ ഈ കഴിഞ്ഞ ഡിസംബർ 12-ന് രാജ്യസഭയിലും അതിനു മുമ്പ് ലോക്സഭയും അവതരിപ്പിച്ച് പാസാക്കിയ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി ഇന്ത്യ രാജ്യത്തിലെ ഹിമാചലം ജനങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കൈകോർത്ത് പിടിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടി അതിൽ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചത് ഹിന്ദുവോ മുസ്ലിമോ പാർസിയോ സിഖോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യക്കാരനായിരുന്നു. അങ്ങനെ മതഭേദമില്ലാതെ വകഭേദമില്ലാതെ ഒറ്റക്കെട്ടായി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടി 47 മുതൽ ഇതുവരെ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മതസൗഹാർദ്ദത്തോടുകൂടി ഒരുമിച്ച് നിന്നപ്പോൾ ഇന്ത്യക്ക് ലോകത്തിൽ തന്നെ ഒരുപാട് സ്ഥാനങ്ങൾ ലഭിക്കുകയുണ്ടായി. അതില് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ളതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ബഹുമതി. അതുപോലെ തന്നെ രണ്ടാമത് ഏറ്റവും വലിയ മതേതരത്വ രാജ്യം എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന കാത്തുസൂക്ഷിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ ഭരണഘടന നിലകൊള്ളുന്നത് 3 അഭിമാന സ്തംഭങ്ങളല്ല. അത് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം ഇവയാണ്. ഇതിനെ തകർക്കാൻ വേണ്ടിയാണ് മോദി ഗവൺമെന്റ് ഈ പൗരത്വ ഭേദഗതി ബിൽ അവതരിപ്പിച്ച് നടപ്പാക്കാൻ പോകുന്നത്. ആദ്യമൊക്കെ ചെറിയ ചൊട്ടുകൾ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോട് നടത്തി. അതൊക്കെ തന്നെ ജനങ്ങൾ ക്ഷമിച്ചു. അതിലൊന്നാണ് ഇവിടെ പറഞ്ഞ നോട്ട് നിരോധനം. ജനങ്ങൾ സഹിച്ചു. കൊട്ടാര വെയിലത്ത് ക്യൂ നിന്ന് അവരുടെ കയ്യിലുള്ള നോട്ട് മാറാൻ അവർ ദിവസങ്ങൾ തെരുവിൽ ക്യൂ നിന്നു. രണ്ടാമത് കാശ്മീരിലെ ഭരണഘടന ഭേദഗതി ചെയ്ത് നെയ്യപ്പൻ ചൂടും പോലെയാണ് ആ ഭേദഗതിയൊക്കെ ഇവിടെ നടന്നത്. കാശ്മീരിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച അവകാശങ്ങൾ അത് റദ്ദ് ചെയ്തു. അവസാനം ഇതാ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, രണ്ടാക്കാൻ വേണ്ടി കാലം ഇതുവരെ മോദിയുടെ പാർട്ടി ആവിഷ്കരിച്ച് നടപ്പാക്കിയ ആ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നു. മോദി വിചാരിച്ചത് ഇതിലൂടെ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കാം, തൽക്കാലം രണ്ടാക്കാം. അതിലൂടെ ഇവിടെ അവർ നടപ്പാക്കുന്ന സാമ്പത്തിക പരിപാടികൾ നമുക്കറിയാം. ഇന്ത്യയിലെ ജനങ്ങൾ കുത്തുപാടെടുക്കാൻ പോകുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളും ഇവിടെ പോവുകയാണ്, ഇല്ലാതാവുകയാണ്. കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയുടെ ഭരണം സമ്മാനിക്കാം, അതിന്റെ ലാഭം ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്കും വാങ്ങാം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഭേദഗതി ബില്ലാണിത്. എന്നാൽ അവർക്ക് തെറ്റുപറ്റി. ഇന്ത്യ ഭിന്നിക്കുകയല്ല, ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു, ഒറ്റയല്ല, നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ തെരുവുകളും ഗ്രാമങ്ങളും നഗരങ്ങളും വ്യത്യാസമില്ലാതെ സമരാഗ്നി ആളിക്കത്തുകയാണ്. ഈ സമരജ്വാലയിൽ മോദി ഗവൺമെന്റും പാർട്ടിയും കത്തിക്ക് പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കളവ് പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോവുകയാണ്. ഞങ്ങളല്ല ഇതിന്റെ ഉത്തരവാദി, നെഹ്റുവാണ്, രാജീവ് ഗാന്ധിയാണ്, മൻമോഹൻ സിംഗ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ തന്നെ ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്കറിയാം. ഇവിടെ മുസ്ലിങ്ങൾ ഒഴിച്ച് ബാക്കി 6 മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കാമെന്നും മുസ്ലിങ്ങൾക്ക് ഒന്നുകിൽ രാജ്യത്ത് നിന്ന് പുറത്തു പോകാം, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന കോൺസെൻട്രേറ്റഡ് ക്യാമ്പുകളിൽ
അവർക്ക് വസിക്കാം, രാജ്യത്തിന്റെ ഔദാര്യം പേറി ഇവിടെ ജീവിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നു അങ്ങനെ ക്യാമ്പുകളൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ പത്രങ്ങളും ചാനലുകളും ഒക്കെ തന്നെ ആ ക്യാമ്പുകൾ അതിന്റെ മോഡലുകൾ ഇവിടെ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ കളവ് പറഞ്ഞ് പുറകോട്ട് പോകുന്നു. ഇതിലില്ല ഈ രാജ്യത്തിലെ ജനങ്ങൾ, അവർ ഹിന്ദുവല്ല മുസ്ലിമല്ല, ഒറ്റക്കെട്ടാണ്, ഇന്ത്യൻ ജനതയാണ്, ആ സമരാജ്ഞിയാണ് ഇവിടെ റിയാസ് ക്ലബ് ജ്വലിപ്പിക്കുന്നത്. ആ രാജ്യത്ത് മുഴുവൻ നടക്കുന്ന ഈ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റിയാസ് ക്ലബ് നടത്തിയ ഈ പരിപാടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തായി നമ്മുടെ ഉദ്ഘാടകൻ എത്തിയിട്ടുണ്ട് ഇവിടെ. അദ്ദേഹത്തെ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. തുറയൂരിന്റെ പ്രതിഷേധ കൂട്ടായ്മ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് VK നാരായൺ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണമായും തകർത്തെറിയാൻ വേണ്ടി ബോധപൂർവം ശ്രമം നടക്കുമ്പോൾ അതിനെതിരായി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യ ഒറ്റക്കെട്ടാണ്. ഇന്ത്യയിൽ ജാതി മത വംശ വിദ്വേഷം വളർത്താൻ വേണ്ടി ആര് ശ്രമിച്ചാലും ഇന്ത്യയിലെ ജനങ്ങൾ അത് അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന് തെളിവാണ് ഇനി പയ്യോളി അങ്ങാടിയിൽ കാണുന്ന ഈ കൂട്ടായ്മ. ഇത് പയ്യോളി അങ്ങാടിയിൽ മാത്രം ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയാം, ഞങ്ങൾ ഒന്നാണ്. ഞങ്ങൾ ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും വേർതിരിച്ച് തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ആര് ശ്രമിച്ചാലും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു തെളിവാണ് ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ്. ഈ കൂട്ടായ്മ ഇതുപോലെ രാജ്യത്ത് നടക്കുന്ന കൂട്ടായ്മ. ഇന്ത്യൻ ജനാധിപത്യം കഴിഞ്ഞ 70 വർഷക്കാലമായി കാര്യമായ പൂർണ്ണ നൽകാതെ നിലനിൽക്കുക. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ അപൂർവമായ രേഖയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയായ ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. 1947 മുതൽ 1950 വരെ 3 വർഷക്കാലം ഇന്ത്യയിലെ പ്രഗത്ഭരായ സ്വാതന്ത്ര്യ സമര സേനാനികളും പ്രഗത്ഭരായ അഭിഭാഷകരും കൂട്ടായിരുന്ന ചർച്ചയിൽ രൂപം കൊടുത്ത രേഖയാണ് ഇന്ത്യൻ ഭരണഘടന. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ആമുഖ സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ ഒരു വിധി പ്രഖ്യാപിച്ചത് ആമുഖം മാറ്റാൻ ഇന്ത്യൻ പാർലമെന്റിന് പോലും അധികാരമില്ല. അടിസ്ഥാന രേഖയാണ് ആമുഖം. ഈ ആമുഖത്തിലെ ആദ്യത്തെ വാചകം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ അല്ല ഭരണഘടനയിൽ തന്നെയുള്ള ആദ്യത്തെ വാചകം വളരെ അർത്ഥവത്താണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ അർത്ഥം. നാം ഇന്ത്യയിലെ ജനങ്ങൾ. ഗിവൺ ടു ഓർസെൽവ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് തന്നെ നൽകുന്ന ഈ ഭരണഘടന. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യയിലെ പ്രഗത്ഭരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയുള്ള ആളുകൾ കൂട്ടായിരുന്ന് എഴുതിയുണ്ടാക്കിയ ഭരണഘടനയിലെ ആദ്യത്തെ വാചകം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അവർക്ക് എഴുതാമായിരുന്നു വി ദ ഹിന്ദുസ് ഓഫ് ഇന്ത്യ, വി ദ ക്രിസ്ത്യൻസ് ഓഫ് ഇന്ത്യ, വി ദ മുസ്ലിംസ് ഓഫ് ഇന്ത്യ എന്നൊന്നും എഴുതിയിട്ടില്ല. ഹിന്ദുക്കൾ ആയ നാം, മുസ്ലിങ്ങളായ നാം, ക്രിസ്ത്യാനികളായ നാം, ബൗദ്ധന്മാരായ നാം അല്ല, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. പീപ്പിൾ എന്ന വാക്കിന് ജാതിയോ മതമോ ഭാഷയോ ഒന്നുമില്ല. പീപ്പിൾ എന്ന് പറഞ്ഞ ജനം എന്നാണ്. അതിന് ഭാഷയില്ല, മതമില്ല, ജാതിയില്ല, ലിംഗമില്ല, ഒന്നുമില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ പീപ്പിൾ എന്ന വാക്കിനാണ്. ആ പീപ്പിളിയാണ് ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ്. ബ്രിട്ടീഷുകാർ ശ്രമിക്കാൻ കാരണമുണ്ട്, ചരിത്രപരമായ കാരണമുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ആദ്യം നടന്ന സമരം 1857 സമരം. ആ സമരത്തിൽ പട്ടാളക്കാരാണ് സമരത്തിന്റെ തുടക്കം കുറിച്ചത്. ആ പട്ടാളക്കാർ സമരത്തിന് തുടക്കം കുറിച്ചപ്പോൾ ഒരു കാര്യം ബ്രിട്ടീഷുകാർക്ക് ബോധ്യമായി. ഇന്ത്യൻ പട്ടാളത്തിന് 2 ലക്ഷം പട്ടാളക്കാരാണ് സമര രംഗത്തേക്ക് വന്നത്. ഓഫീസർമാർ 20,000.
20,000 ബ്രിട്ടീഷ് ഓഫീസർമാർ ഈ 2 ലക്ഷം കലാപകാരികളായ പട്ടാളക്കാരെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം ബ്രിട്ടീഷുകാർക്കുണ്ടായി. ആ സമരത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഹിന്ദു രാജാക്കന്മാരും മുസ്ലിം രാജാക്കന്മാരും തോളോട് ചേർന്നിട്ടാണ് സമരം നടത്തിയത്. അയോധ്യയിലെ രാജ്ഞി മുസ്ലിമാണ്, ഝാൻസിയിലെ റാണി ഹിന്ദുവാണ്. ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന ഒരു കൂട്ടായ്മ അന്ന് ആ സമരത്തിന്റെ നേതാവായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന രാജാക്കന്മാർ തീരുമാനിച്ചത് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായാണ്. അതായിരുന്നു ആ സമരത്തിന്റെ പ്രത്യേകത. പട്ടാളത്തിൽ മതം ഉണ്ടായിരുന്നില്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നായിട്ടാണ് പട്ടാളത്തിൽ കലാപുണ്ടാക്കി. ഇത് കണ്ടപ്പോൾ പരിഭ്രാന്തരായ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു, ഇനി ഇന്ത്യയെ നമുക്ക് ഭരിക്കണമെങ്കിലും ഇന്ത്യയിൽ മതവിദ്വേഷം വളർത്തണം, ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ടായി തിരിക്കണം. അതിനുവേണ്ടിയാണ് ബംഗാൾ പേര് നടന്നത്. അതിനുവേണ്ടിയാണ് ഇന്ത്യയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. 1925 RSS രൂപീകരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിനനുസരിച്ചാണ്. ബ്രിട്ടന്റെ താല്പര്യമാണ് RSS നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ RSS പങ്കെടുക്കാതെ. എന്തുകൊണ്ട് RSS പങ്കെടുത്തില്ല? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു RSS ആ സമരത്തിൽ പങ്കെടുത്തതിന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അന്ന് ഗുരുജി ഗോൾവാൾക്കർ, ഹെഡ്ഗേവാർ, RSSന്റെ തലവൻ ഡോക്ടർ ഹെഡ്ഗേവാർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ, ഹിന്ദുക്കളായ ചെറുപ്പക്കാർ, അവരുടെ ഊർജം നമ്മൾ സംരക്ഷിക്കണം. അവരുടെ യുവത്വം, അവരുടെ ഊർജം അത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരായി പോരാടാൻ. ഇതായിരുന്നു ഡോക്ടർ കേശവറാവ് ഹെഡ്ഗേവാറിന്റെ പ്രസ്താവന. ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഊർജം സംരക്ഷിച്ച്, യുവാക്കളായ ഹിന്ദുക്കളുടെ ഊർജം സംരക്ഷിച്ച് ഇന്ത്യയിലെ മുസൽമാന്മാരെ പുറത്താൻ വേണ്ടി സമരം ചെയ്യാൻ ഹെഡ്ഗേവാർ ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനാണ്. ആ ബ്രിട്ടീഷുകാർക്കെതിരായി ദീർഘമായ സമരം ചെയ്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന ഈ കാലമത്രയും നമ്മൾ സംരക്ഷിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 4 മൂല്യങ്ങളാണ്. മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം, പരമാധികാരം. ഈ 4 മൂല്യങ്ങളും ഇന്ന് വലിയ പ്രതിസന്ധിയില്ല. സോഷ്യലിസം എന്നുള്ള ഒരു വാക്ക് മാത്രമേ നിൽക്കുക. എവിടെയാ സോഷ്യലിസം എഴുതി? മഹാത്മാഗാന്ധി 1945 വാചകമുണ്ട്. ഇന്ത്യയിൽ സമ്പന്നന്മാരുടെ കൊട്ടാരങ്ങളും പാവപ്പെട്ടവരുടെ കുടിലുകളും അടുത്തടുത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 10 വർഷത്തിന് ശേഷവും തുടരുകയാണെങ്കിൽ ഇന്ത്യയിൽ രക്തരൂഷിതമായ ഒരു വിപ്ലവം അനിവാര്യമായിരിക്കുമെന്ന് മഹാത്മാഗാന്ധി 1949 മഹാത്മാഗാന്ധി അഹിംസയുടെ ഉപാസകനായ ഗാന്ധി. തന്റെ ജീവിതകാലം മുതൽ അഹിംസയുടെ ഉപാസകനായിരുന്ന മഹാത്മാഗാന്ധിയാണ് രക്തരൂഷിതമായ വിപ്ലവം അനിവാര്യമാണെന്ന് പറഞ്ഞത്. സോഷ്യലിസം വന്നില്ല. എന്നാൽ ഇന്ന് 2019 നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വിജയമല്യ എന്ന് പറയുന്ന 750 കോടി രാജ്യത്തെ ബാങ്കുകളെ തട്ടിപ്പാക്കിയ മനുഷ്യൻ ലണ്ടനിൽ സുഖവാസം നടത്തുക. അതേ സുഖവാസം നടത്തുന്നതിനുള്ള തെളിവ്, ഏറ്റവും നല്ല തെളിവ് 26 വയസ്സുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതുകൊണ്ടാണ്. 26 വയസ്സുള്ള ഒരു സ്ത്രീയെ ഈ 750 കോടി രൂപ കടം വാങ്ങിയ മനുഷ്യൻ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ എന്തുമാത്രം സുഖ സൗകര്യത്തോടു കൂടിയാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത് തെളിവ്. ഇവിടെ 50,000 രൂപ കടം വാങ്ങിയ കർഷകൻ ആത്മഹത്യ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ഈ അവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. എവിടെയാ സോഷ്യലിസം? മതേതരത്വം അതൊരു വാക്കായി ചുരുങ്ങിയിരിക്കുകയായി. കഴിഞ്ഞ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മതേതരത്തിനെതിരെ അതിശക്തമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് അക്രക്ക് എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ, ആ മനുഷ്യന്റെ വീട്ടിൽ പശുക്കൾക്ക് സൂക്ഷിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹം അടിച്ചു കൊല്ലുകയാണ്. പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് പോലെയാ മനുഷ്യനെ കൊന്നത് മുഹമ്മദ് അക്രക്ക്. ഫലൂഖാൻ ഹരിയാനയിൽ നിന്ന് പശുക്കളെ പോറ്റാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവരുന്ന മനുഷ്യനെ ആ പശുക്കളെ കൊല്ലാനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് അടിച്ചുകൂട്ടിയാണ് ജനക്കൂടെ ആൾക്കൂട്ട കൊലപാതകങ്ങളെ വർദ്ധിക്കുക. എവിടെയാ മതേതരത്വം? ജനാധിപത്യത്തിന്റെ കാര്യം നമുക്ക് പറയുകയില്ല. ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് പണാധിപത്യം. ഇന്ത്യയിൽ 80% പാവപ്പെട്ട കൃഷിക്കാരാണ്. പക്ഷെ ഇന്ത്യൻ പാർലമെന്റിൽ 30% ശതകോടീശ്വരന്മാർ.
ഈ ശതകോടീശ്വരന്മാർ തിരഞ്ഞെടുക്കുന്ന ഈ പാവപ്പെട്ട കൃഷിക്കാരെ എന്തുകൊണ്ടാണ്? മാധ്യമങ്ങളുടെ സ്വാധീനം. മാധ്യമങ്ങൾ പണക്കാരുടെ കയ്യിലാണ്. ജനാധിപത്യത്തിന് പകരം പണാധിപത്യ. പിന്നെ പരമാധികാരത്തിനെ പറ്റി പറയേണ്ടതില്ല. ഇന്ത്യയിലെ പാർലമെന്റ് പാസാക്കുന്ന പല നിയമങ്ങളും IMF-ന്റെയും ലോകബാങ്കിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച നിയമങ്ങളാണ്. ലോക വ്യാപാര സംഘടനയാ പറയുന്നത് ഇത്രാം ദിവസത്തിനുള്ളിൽ ഇന്നേ നിയമം പാസാക്കിയിരിക്കണം എന്ന് നിർദ്ദേശം കൊടുക്കുക ഇന്ത്യൻ പാർലമെന്റിന്. പിന്നെ എവിടെയാ പരമാധികാരം? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ പറഞ്ഞ 4 മൂല്യങ്ങളും ഇപ്പൊ ഇല്ല. ജനങ്ങൾ അസംതൃപ്തരാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ നോട്ട് നിരോധനം, സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നങ്ങൾ, രാജ്യമായ കുഴപ്പത്തിനെ നീക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് BJPക്ക് തോന്നുന്നത് ഈ കുഴപ്പത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചു പോയി. അതിന് അയോധ്യ വളരെ കാലം നീണ്ടുന്നൊരു വിഷയം. അയോധ്യ പ്രശ്നം, അയോധ്യയിലെ മസ്ജിദ് പൊളിച്ച വിഷയം. ആ സുപ്രീം കോടതി വിധി വരെ ആ പ്രശ്നം ഇങ്ങനെ ജ്വലിച്ചു. സുപ്രീം കോടതി വിധി വന്നു, രാമക്ഷേത്രം പണിയാമെന്ന് വന്നപ്പോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. BJPക്ക് എന്താ മുദ്രാവാക്യം പറഞ്ഞത്? ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ, ഭിന്നിപ്പിക്കാൻ ഏറ്റവും നല്ല ഉപാധിയായിരുന്നു അയോധ്യ പ്രശ്നം. സുപ്രീം കോടതിയുടെ വിധിയെ പറ്റി ഞാൻ പറയുന്നില്ല. ഞാനൊരു വക്കീലുമാണ്, കോടതിക്കെതിരായി പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷെ ഒരു കാര്യം പറയാൻ നിർത്തിയില്ല, ആ കോടതി വിധി പരസ്പര വിരുദ്ധമാണ്. ഒരു ഭാഗത്ത് പറയുന്നത് അയോധ്യയിൽ പള്ളിയുണ്ടായിരുന്നു. 1949 ആ പള്ളിയിൽ പ്രതിമ പ്രതിഷ്ഠ സ്ഥാപിച്ചത് തെറ്റാണ്. ആ പള്ളി ആക്രമിച്ച് നശിപ്പിച്ച തെറ്റാണ്, ഹീനമായ കുറ്റമാണ് എന്നൊക്കെ സുപ്രീം കോടതി ഘോരഘോരമായി പറയാം. എല്ലാം പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു അവിടെ അയോധ്യയിൽ പള്ളി പണിയാൻ അനുവദിക്കുന്ന. പക്ഷെ കൺക്ലൂഷൻ, ഉപസംഹാരം ഇതൊക്കെയാണെങ്കിലും അവിടെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം ഒരു വൈരുദ്ധ്യം. ഞാൻ ഡൽഹിയിൽ ഒരു കാലത്ത് ഈ ഡൽഹിയിൽ NSSന്റെ യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ഒരു സമ്മേളനമുണ്ട്. ഫയർ സർവീസ് സൊസൈറ്റിയുടെ യൂണിറ്റ്.